യുഎയിൽ താമസിക്കുന്ന പ്രവാസികൾക്കിനി ഇരട്ടി ചിലവ്. യുദ്ധത്തിലൂടെ കിട്ടിയ അടുത്ത പണി. 1000 മുതൽ 1500 ദിർഹം വരെ ചിലവ്. യുദ്ധം പല രീതിയിലാണ് മനുഷ്യരെ ബാധിച്ചത്. അതിൽ ഏറെ വീർപ്പുമുട്ടിയതാകട്ടെ പ്രവാസികളും. GCC രാജ്യങ്ങൾ ഇപ്പോഴും ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയിട്ടില്ല. ഈ മാസം 6 മുതൽ പുതിയ അധ്യയന വർഷം കൂടി ആരംഭിച്ച സാഹചര്യത്തിൽ യുഎയിൽ ഉടനീളമുള്ള ഇന്ത്യൻ സ്കൂളുകൾ ഏറെ പ്രതിസന്ധിയിലാണ്. വിദ്യാർത്ഥികൾ ഇപ്പോഴും വീട്ടിൽ തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. സ്കൂളുകളിൽ പോകാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് GCC രാജ്യങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുത്തൻ യൂണിഫോം ഇട്ട് പുതിയ ബാഗുമായി സ്കൂളിലേക്ക് പോകേണ്ട കുട്ടികളൊന്നും തന്നെ ഇപ്പോൾ സ്കൂളുകളിൽ എത്തുന്നില്ല. പകരം മൊബൈൽ സ്ക്രീനിലും ലാപ്ടോപ്പിന് മുന്നിലുമായി ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലാണ് ഈ വർഷം സ്കൂളുകളൊക്കെ തന്നെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറ്റേണ്ടി വന്നത്. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ സ്കൂൾ തുറക്കുമ്പോഴുള്ള ചിലവ് കുറയ്ക്കാൻ കഴിഞ്ഞുവെന്ന് ചില മാതാപിതാക്കൾ ആശ്വസിക്കുന്നുണ്ട്. നേരത്തെ സ്കൂൾ തുറക്കുമ്പോൾ ബാഗും യൂണിഫോമും ബുക്കുകളും മറ്റ് സാധനങ്ങളും ഒക്കെ തന്നെ വാങ്ങാൻ ഏകദേശം 1000 മുതൽ 1500 ദിർഹം വരെ, അതായത് 25,000 രൂപ മുതൽ 40,000 രൂപ വരെ ചിലവഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇത്തവണ അത് കുറയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് കരുതുന്നത്. പക്ഷേ അതിന് ബദലായി കുട്ടികൾക്ക് പഠിക്കാനുള്ള ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയവ മാതാപിതാക്കൾ വാങ്ങേണ്ടി വന്നത് വലിയ തോതിൽ തന്നെ പണം ചിലവഴിക്കുന്ന ഒരു സാഹചര്യമായി മാറ്റിയിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രതിസന്ധി മുന്നിൽ നിൽക്കുന്നത്, ഒരുപക്ഷേ സ്കൂളുകൾ ഉടനെ തുറക്കുകയാണെങ്കിൽ അത് രക്ഷിതാക്കളെ സംബന്ധിച്ച് ഇരട്ടി ചിലവായി മാറും എന്നുള്ളതാണ് ആശങ്ക. ഇതുകൂടാതെ ജോലിക്ക് പോകുന്ന മാതാപിതാക്കൾ കുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിലാക്കി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് പലരും വർക്ക് ഫ്രം ഹോമിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. എന്നാൽ അതിന് കഴിയാത്ത ആളുകളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, കുട്ടികളെ നോക്കാൻ വേണ്ടി അധിക പണം ചിലവഴിച്ച് ഒരാളെ നിയമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കേണ്ട അവസ്ഥയും ചിലയിടത്ത് ഉണ്ടായിട്ടുണ്ട്. അതും പ്രവാസികളുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്ന ഒന്ന് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂളുകളിലെ പഠനമെന്ന് പുനരാരംഭിക്കുമെന്ന കാര്യം ഇപ്പോഴും പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ്. ഏറെ ആശങ്കയോടെയാണ് പ്രവാസികൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.